സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇനിഷയാണ്. ഇന്നത്തെ ദിവസം കുറച്ച് റിസൾട്ടുകളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഈ റിസൾട്ടുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫാമിലിയിലുള്ള ലേഡീസിന് പക്ഷേ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നോർമലാണ്. കാരണം നമ്മുടെയൊക്കെ ഫുഡ് സ്റ്റൈൽ മാറിയപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ ഒക്കെ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഹോർമോണിക്കലായിട്ടുള്ള ചേഞ്ചസ് ഇപ്പോൾ പലരിലും പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളധികം പാനിക് ആവുന്നു. നമ്മൾ ഒരുപാട് സർജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അവിടെയൊക്കെ നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്നു. കൂടാതെ നമ്മുടെയൊക്കെ ശരീരം അത്തരത്തിലുള്ള ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഒരുപാട് വരുന്ന രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലേഡീസ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ഈ ഒരു റിസൾട്ട് ഷെയർ ചെയ്യണം തോന്നി. ഈ ഒരു ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 26/8/2024 ഓഗസ്റ്റ് മാസം 26-ാം തീയതി എടുത്തിട്ടുള്ള ഒരു സ്കാനിങ് റിപ്പോർട്ടാണിത്. ഈ ഒരു സ്കാനിങ് എടുക്കാനുണ്ടായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ഒരു പെയിൻ ഉണ്ടായിരുന്നു, കഠിനമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ വയറുവേദനയെ തുടർന്നാണ് ഡോക്ടർ മറ്റൊന്നും അല്ലെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ സ്കാനിങ് എടുത്ത ദിവസം മുതൽ എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ വളരെ അധികം ടെൻഷൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോൾഡ് ലെറ്റേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൾട്ടി ലോക്കുലേറ്റഡ് സിസ്റ്റ് മെഷറിംഗ് 4.6 × 3.5. ഇത്രയും വലിയ സൈസിലുള്ളൊരു സിസ്റ്റ്, ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററോളം വലുപ്പമുള്ള ഒരു സിസ്റ്റ് കാണപ്പെടുകയുണ്ടായി. അതിന് ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് നെറ്റ്വർക്കുകളും അതിനുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സിസ്റ്റും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുട്ടി സിസ്റ്റുകളും ഒക്കെ ഡയഗ്നോസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് PCOD ആണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, PCOD അല്ല. വേറെ ഫൈബ്രോയിഡ് എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു. അതുമല്ല. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഈ ഒരു കാര്യം സർജറി കൂടാതെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് ഇത്രയും വലിയ സൈസ് ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഡോക്ടർ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും അല്ല എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ വേറെ ഒരു ടെസ്റ്റ് കൂടെ എഴുതി തരികയുണ്ടായി. ഒരു ബ്ലഡ് ടെസ്റ്റാണ് CA-125. ഈ CA-125 എന്നുള്ള പേര് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്യാൻസർ ടെസ്റ്റാണ്. ഈ ഒരു ടെസ്റ്റ് കൂടി നെഗറ്റീവായ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു. നമ്മൾ വേറെ സർജറിക്കോ അല്ലെങ്കിൽ വേറെ മെഡിസിനോ കാര്യങ്ങളിലൊന്നും പോകുന്നില്ല. കുറേ മരുന്നുകളൊക്കെ ഡോക്ടർ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതിന് പകരമായിട്ട് ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറായി. ഇനി മറ്റൊരു റിസൾട്ട് ഞാൻ കാണിച്ചുതരാം. 18/9/2024, അതായത് 26-ാം തീയതി കഴിഞ്ഞ് 18-ാം തീയതിയിലേക്ക് വെറും 23 ദിവസം. ഈ 23 ദിവസം കൊണ്ട് ഈ റിസൾട്ടിനകത്ത് അത്തരത്തിലുള്ളൊരു സിസ്റ്റ് കാണാനേ ഇല്ല. ഈ റിസൾട്ട് ഡോക്ടർ പറഞ്ഞിട്ട് എടുത്തതല്ല. ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിരുന്നു. ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ എന്നെ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ സർജറിയിലേക്കും വേറെ മെഡിസിൻസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു സ്കാനിങ് എടുത്ത് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ പോയി ഞാൻ സ്കാനിങ് എടുത്തതാണ്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചാൽ മതി എന്നുള്ളത് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ പോയി 18-ാം തീയതി, അതായത് ഇന്നലെ പോയി സ്കാനിങ് ചെയ്തതാണ്. ആ സ്കാനിങ് റിപ്പോർട്ടിൽ അത്തരത്തിലുള്ളൊരു സിസ്റ്റ് കാണാനേ ഇല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റ് ഇപ്പോൾ ഈ ഒരു റിസൾട്ടിൽ കാണാതായതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ 2 പ്രൊഡക്റ്റുകളാണ് സുഹൃത്തുക്കളെ. നമ്മുടെ നോനി ജ്യൂസും അലോവേര ജ്യൂസും. ഈ 23 ദിവസം ഞാൻ ഇൻടേക്ക് ചെയ്തത് നമ്മുടെ ഈ പ്രൊഡക്റ്റുകളാണ്. നോനി ജ്യൂസും അലോവേര ജ്യൂസും ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. വേറെ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇത് ഇത്തരത്തിലുള്ളൊരു റിസൾട്ട് ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള റിസൾട്ടാണ്. ഇന്നലത്തെ ദിവസം ഞങ്ങളെ വീട്ടിൽ ശരിക്കും ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ആയിരുന്നു ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നത്. അത്രയും സന്തോഷത്തിലായിരുന്നു. കാരണം ഇത്രയും ദിവസം ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഒരുപാട് അധികം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട് ഞാൻ ഈ 2 പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ എനിക്കൊരു PCOD എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് PCOD ഉണ്ടായതിനു ശേഷം വെറും 15 ദിവസം കൊണ്ട് ഈ പ്രൊഡക്റ്റ് കോമ്പിനേഷൻ അത് മാറ്റി തന്നിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത്തവണയും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ പരീക്ഷിച്ച് നോക്കിയത്. അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു റിസൾട്ടാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തോളൂ. ഈ 2 പ്രൊഡക്റ്റുകൾ വളരെ ഉഷാറാണ്. ഈ 2 പ്രൊഡക്റ്റുകൾ മാത്രമല്ല, മൊദിക്കേൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഉഷാറാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇവർ രണ്ടുപേരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വേറെ
സർജറി ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എത്ര സാമ്പത്തിക നഷ്ടം, അതുപോലെ എത്ര ശരീരത്തിന് നമ്മൾ പെയിൻ അനുഭവിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ നമ്മുടെ സപ്ലിമെന്റ്സിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.